ഞാനിപ്പോൾ നിൽക്കുന്നത് അൽക്കോറിലാണ്, ഖത്തറിലെ ദോഹ, ഖത്തറിലെ അൽക്കോർ എന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഫിഫ വേൾഡ് കപ്പിൽ വേണ്ടി ഉണ്ടാക്കി 8 സ്റ്റേഡിയം ഉണ്ട്. അതിൽ ഒരു സ്റ്റേഡിയമാണ് അൽബേക്ക് സ്റ്റേഡിയം എന്ന് പറയുന്നത്. ആ സ്റ്റേഡിയത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കത് കാണാനുണ്ട്. ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഡിയം ഒരു ടെൻറ്റിൻ്റെ ആകൃതിയിലാണ് പണിതേക്കുന്നത്. അപ്പോൾ ഈ 8 സ്റ്റേഡിയവും പക്ഷേ എന്താണ് വേൾഡ് ഖത്തറും ഈ വശം ലുസൈലും ഇത് ക്രസൻറ്റ് ബിൽഡിങ്ങുമാണ്. അപ്പോൾ ഇതേ കണ്ടോ ഫൗണ്ടൻ. ഈ സ്റ്റേഡിയം ഓപ്പൺ ചെയ്ത് കാണിക്കുകയൊന്നുമില്ല. ഇതിൻ്റെ പരിസരത്തുള്ള വ്യൂസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നമുക്ക് അലോഡല്ല. വീഡിയോ പോലും എടുക്കാൻ സമ്മതിക്കില്ല അവർ. ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് സെക്യൂരിറ്റി വന്നിട്ട് നമ്മളോട് പറഞ്ഞു നോ വീഡിയോ നോ ഫോട്ടോ. അപ്പം വേറൊരു സ്റ്റേഡിയം, ഇത് വേറൊരു സ്റ്റേഡിയം കേട്ടോ. ഖത്തറിൻ്റെ ഫിഫ നടന്നതിലെ മെയിൻ സ്റ്റേഡിയം ഇതാട്ടോ, ലുസൈൽ സ്റ്റേഡിയം. ഹായ്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ലുസൈൽ മറീനയിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ ഇത് ശരിക്കും ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ആണ്. സീനെ അവർ ഡെവലപ്പ് ചെയ്ത് കുറേ ബിൽഡിങ്ങൊക്കെ ആക്കി കുറച്ച് ഏരിയ മാത്രം വെള്ളമാക്കി കെട്ടിപ്പിടുത്തേക്കുവാണ് കേട്ടോ. ഒരു ബിൽഡിംഗ് കാണിച്ചു തരാം. ക്രിസൻറ്റ്, ഇതൊരു ബിൽഡിംഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 5 സ്റ്റാറും 7 സ്റ്റാറും ഹോട്ടലാണ്. ഒരു സൈഡിൽ കണ്ടോ, ഒരു സൈഡിൽ 5 സ്റ്റാറും ഒരു സൈഡിൽ 7 സ്റ്റാറും ഹോട്ടലാണത്. അതിൻ്റെ ഭംഗി കണ്ടോ, അതൊരു ക്രിസൻറ്റ് ആകൃതിയിലാണത്. അതുകൊണ്ടാണ് അതിനെ ക്രിസൻറ്റ് ബിൽഡിംഗ് എന്ന്. ഇത് ഏത് സ്ഥലം എന്ന് അറിയണ്ടേ? ഇത് ഖത്തറിൻ്റെ വേറൊരു മുഖം, അതായത് പേൾ ഖത്തറാണ്. ഇത് ലുസൈൽ. ഈ വശം എന്താണ് പേൾ ഖത്തറും ഈ വശം ലുസൈലും ഇത് ക്രസൻറ്റ് ബിൽഡിങ്ങുമാണ്.